ശ്രീ ജേക്കബ് ജോർജ്, ഭരണവിരുദ്ധ വികാരം റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടോ? താങ്കളുടെ ഒരു വിലയിരുത്തലിൽ എങ്ങനെയാണ്? ഞാനത് ചോദിക്കാൻ കാരണം, പാലക്കാട് ശരിയാണ്, അത് UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. പക്ഷേ ഭൂരിപക്ഷം കൂടിയിട്ടുണ്ട്. ആ ഒരു വോട്ടിംഗ് പാറ്റേൺ, ഈ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണവും ഓരോ സ്ഥാനാർത്ഥികൾക്കും കിട്ടിയ വോട്ടുകളും കണക്ക് കൂട്ടിയാൽ തന്നെ അവിടെ ഒരു UDF തന്നെ ജയിച്ചു വരണം എന്നുള്ള ഒരു ആഗ്രഹം ജനങ്ങൾക്കുണ്ടായിരുന്നു എന്ന് കാണാവുന്നതാണ്. ചേലക്കര എടുക്കാം. ചേലക്കരയിൽ LDF ജയിച്ചു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ എത്രയോ വോട്ടുകൾ LDF പക്ഷത്ത് നിന്ന് പോയിട്ടുണ്ട്. UDFന് അവിടെ വോട്ട് വിഹിതം കൂടിയിട്ടുണ്ട്, BJPക്കും വോട്ട് വിഹിതം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം അത് റിഫ്ലക്ട് ചെയ്ത ഒരു ഉപതെരഞ്ഞെടുപ്പാണോ ഇപ്പോൾ നടന്നിരിക്കുന്നത്? മഞ്ജുഷേ, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായിട്ട് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ആരോപണം ഭരണവിരുദ്ധ വികാരത്തിൽ ഊന്നി തന്നെയായിരുന്നു. ആ പ്രചാരണം അതൊരു പ്രചണ്ഡമായ പ്രചാരണം, ഒന്നിനും കൊള്ളാത്ത ഗവൺമെൻറ്, അത് ആ ലെവലിലേക്ക് ഒരു ഉച്ചസ്ഥായിയിലേക്ക് കൊണ്ടുപോകാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഫലം കണ്ടാൽ ചേലക്കര സീറ്റ് വലിയ തോതിൽ നല്ല നിലയിൽ അവർ നിലനിർത്തി. CPM പാലക്കാട്ട് നില മെച്ചപ്പെടുത്തി. 3ാം സ്ഥാനത്ത് തന്നെയാണ് എങ്കിലും 2ാം സ്ഥാനത്തോട് അടുത്ത് നിൽക്കുന്നു. വയനാട് പക്ഷേ ചേലക്കരയിൽ 13% വോട്ടാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അല്ല, എങ്കിൽ പോലും ആ സീറ്റ് ഉറപ്പിച്ചുവല്ലോ. സീറ്റ് വോട്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അവലോകനം ചെയ്യുമ്പോൾ ഭരണപക്ഷത്തിന്, CPMന് പ്രത്യേകിച്ച്, മുഖ്യമന്ത്രിക്ക് പ്രത്യേകിച്ച് പറയാം, ഗവൺമെൻറ്റിനെതിരെയുള്ള ആരോപണങ്ങൾ ഗവൺമെൻറ് കഴിവുകെട്ടതാണ്, ഒട്ടും വികസനോന്മുഖമല്ല എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾക്ക് തീർച്ചയായിട്ടും അടിസ്ഥാനമില്ല എന്ന് കാണിക്കുന്ന ഫലം എന്ന് പറയാൻ പറ്റും. അതാണ് അവരുടെ അവകാശവാദം. ഞാൻ ഈ BJPയെ കുറിച്ച് ഒരു വാക്കൂടെ പറയട്ടെ മഞ്ജുഷേ. ഇപ്പം ബഹുമാനപ്പെട്ട നമ്മുടെ BJP നേതാവ് കൃഷ്ണദാസ് പറഞ്ഞതുപോലെ BJPയുടെ പ്രശ്നം ശരിക്കും പാലക്കാട് സീറ്റ് ഉറപ്പിച്ചതാണ്. ശ്രീകൃഷ്ണകുമാർ MLA ആകും എന്ന് ഉറപ്പിച്ചതാണ്. എന്ത് പറ്റി BJPക്ക്? അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പരാതി, അത് 2 പാർട്ടികളും ഞങ്ങളെ എതിർക്കുന്നു. പിന്നെ ആ പാർട്ടികളുടെ ജോലി എന്താ? ആ പാർട്ടികളുടെ ജോലി BJPയെ എതിർക്കുക എന്നുള്ളത് തന്നെയാണ്. കേരളമാണ്. കേരളത്തിൽ കഴിഞ്ഞ തവണ കണ്ണാടി പഞ്ചായത്തിലൊക്കെ CPMകാർ തന്നെ ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞില്ലേ? കാരണം BJP സ്ഥാനാർത്ഥി കടന്നു വരാതിരിക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ രാഷ്ട്രീയത്തിലെ എല്ലാ പാർട്ടികളും തന്ത്രങ്ങളും പ്രചാരണ തന്ത്രങ്ങളും ഒക്കെ രൂപീകരിക്കും, അതിന് സംശയമൊന്നുമില്ല. അതിനെയൊക്കെ നേരിട്ടാണ് ജയിക്കേണ്ടത്. അതിനെയൊക്കെ അത്തരം വെല്ലുവിളികൾ ഉണ്ടാവും. പക്ഷെ ഇവിടെ BJPയുടെ പ്രശ്നം, കേരള രാഷ്ട്രീയം ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട കൃഷ്ണദാസ്. കേരള രാഷ്ട്രീയത്തിൽ 2 കക്ഷികൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ഏറെക്കുറെ തുല്യശക്തികളായിട്ട് നിൽക്കുമ്പോൾ BJP എങ്ങനെ ഇവിടെ ഇടം കാണും? പണ്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പറഞ്ഞുവല്ലോ, യോഗി ആദിത്യനാഥ്, 80-20 അതാണ് ഞങ്ങളുടെ പ്രൊപ്പോർഷൻ. 80% ഹിന്ദുക്കളും 20% മുസ്ലിങ്ങളും. അപ്പോൾ ഞങ്ങൾ ജയിക്കും. 80% വോട്ട് മതി. അതായത് ഹിന്ദു വോട്ട് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുമെന്ന ആ ഉത്തരേന്ത്യൻ BJP സങ്കല്പമുണ്ടല്ലോ, അത് കേരളത്തിൽ ചിലവാകത്തില്ല എന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടി വരുന്നു. അതാണ് കേരള രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് കടക്കാൻ നിങ്ങൾക്ക് കുറേ ഒരു കോർ വോട്ട് ബാങ്കുണ്ട്. പാലക്കാട്ട് അത് ഏറ്റവും വലിയ ബാങ്കാണ്. അതിൻ്റെ അങ്ങപ്പുറത്ത് ഒരു വോട്ട് പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? BJPയുടെ ആ ഒരു സർക്കിളുണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്തേക്ക് BJP എത്തിക്കാൻ പറ്റണം. സുരേഷ് ഗോപിക്ക് അത് കഴിഞ്ഞു. അത് പക്ഷേ ഒരു 1 ടൈം നേട്ടമാണ്. ഇനി സുരേഷ് ഗോപി അവിടെ നിന്നാൽ ജയിക്കുമോ? ഇനി സുരേഷ് ഗോപി അവിടെ നിന്നാൽ BJPക്ക് തന്നെ വോട്ട് ചെയ്യുമോ? പക്ഷെ മറ്റൊരു പ്രതിഭാസം ഇപ്പോഴും കണ്ടുവരുന്നുണ്ട് ശ്രീ ജേക്കബ് ജോർജ്. അത് ചേലക്കരയിൽ അത് പ്രകടവുമായിരുന്നു. ഓരോ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് കൂട്ടി കൊണ്ടുവരുന്ന BJPയുടെ ആ ഒരു രീതി അതിപ്പോൾ ചേലക്കരയിൽ കണ്ടു. ചേലക്കരയിൽ നിസ്സാരമല്ല, 15% നിന്നാണ് 21%ലേക്കുള്ള വർധനവ് വന്നിരിക്കുന്നത്. 24,000 വോട്ടിൽ നിന്നാണ് 33,000 വോട്ടിലേക്കുള്ള വളർച്ച വന്നത്. മറ്റൊരു മണ്ഡലത്തിൽ കൂടി അങ്ങനെ 30,000-ന് മുകളിലേക്ക് വോട്ട് വിഹിതം വരികയാണ് BJPയുടെ. അത് നിസ്സാരമായി കാണേണ്ട കാര്യമല്ലല്ലോ. പാലക്കാട് മറ്റ് പല ഘടകങ്ങളുണ്ട്. 50,000 വരെ വോട്ട് എത്തിച്ചതിന് ശേഷം BJP താഴോട്ട് പോകുന്നു. അതൊരു സാച്ചുറേഷൻ ആണോ എന്നുള്ള കാര്യവും ഒക്കെ ചിന്തിക്കേണ്ടി വരും. അതിൽ ഒരുപാട് വിലയിരുത്തലുകൾ വേണ്ടി വരും. പക്ഷേ മറുവശത്ത് വളർച്ച തേടുന്നുമുണ്ട്.
അല്ല, വളർച്ച നേടുന്നുണ്ട്. പക്ഷേ ആ ഒരു വളർച്ച കൊണ്ട് കേരളത്തിൽ രണ്ട് മുന്നണികളെയും പരാജയപ്പെടുത്തി വേണം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ. രണ്ട് മുന്നണികളെ പരാജയപ്പെടുത്തണം. ഒരു മുന്നണിയെ പരാജയപ്പെടുത്തിയാൽ ആ ഒരു വിടവിലേക്ക് കടക്കാം BJPക്ക്. പക്ഷേ എന്താണ് നിങ്ങളുടെ തന്ത്രം? എന്താണ് നിങ്ങളുടെ കേരളത്തിലേക്കുള്ള മുദ്രാവാക്യം? ഉത്തരേന്ത്യയിലെ മുദ്രാവാക്യം കേരളത്തിൽ ചെലവാകില്ല എന്നുള്ള യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുകയാണ് പാലക്കാട്. ഒരു വോട്ട് പോലും 10,000-ഓളം വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ശ്രീ ലിജു,